സംസ്ഥാനത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളില്ലാത്തതിനെ തുടർന്നുള്ള ശസ്ത്രക്രിയാ പ്രതിസന്ധിയെ തുടർന്ന് ഒരു ഡോക്ടർ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ചർച്ചയായ ദിവസമാണ് കടന്നുപോയത്. ഇന്നും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ചർച്ചയാകുന്നു. ഡോക്ടർ ഹാരിസ് ഹസൻ എന്ന് പറയുന്ന ഡോക്ടർ അങ്ങേയറ്റം വൈകാരികമായ ഒരു പോസ്റ്റാണ് ഇന്നലെ ഫേസ്ബുക്കിൽ ഇട്ടത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഉപകരണങ്ങളില്ലാത്ത ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഉപകരണങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ ഫയൽ നീക്കത്തിന് വേണ്ടി നടന്ന് ചെരുപ്പ് തേഞ്ഞു. മുട്ടാത്ത വാതിലുകളില്ലാത്ത കാരണം മടുത്തി ജോലി നിർത്തുന്നു എന്നുള്ളതാണ് അങ്ങേയറ്റം ഹതാശനായ, അങ്ങേയറ്റം നിരാശ ബാധിച്ച എന്ന മട്ടിൽ ആ ഡോക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. അതിനുശേഷം പതിവ് പോലെ അന്വേഷണമുണ്ടായി. ഈ പറഞ്ഞ ഡോക്ടർ പറയുന്ന ഒന്നുമല്ല, അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ എന്നുള്ള പതിവ് വിശദീകരണം അവിടെ ഉണ്ടായി. ഡോക്ടർ അതിനെ തിരുത്തുന്നു. ഞാൻ പറയുന്നത് രോഗികളുടെ നല്ലതിനു വേണ്ടി മാത്രമാണ്, പാവങ്ങളുടെ നല്ലതിനു വേണ്ടി മാത്രമാണ് എന്ന് ഡോക്ടർ തിരുത്തുന്നു. ഡോക്ടറുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നില്ലെങ്കിലും ഡോക്ടർ പറഞ്ഞത് അവാസ്തവമാണ് എന്ന് തന്നെ ആരോഗ്യവകുപ്പ് പറയണം. ആരോഗ്യവകുപ്പിന് അതേ പറയാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഈ മണിക്കൂറുകൾ വിശദമായി പരിശോധിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നത് എന്താണ്, സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നത് എന്താണ്, ഉപകരണങ്ങളുടെ കുറവുണ്ടാവുന്നത് എങ്ങനെയാണ്, ഫയൽ നീക്കമടക്കമുള്ള കാര്യങ്ങളിൽ പ്രശ്നമുണ്ടോ, പ്രതിസന്ധിയുണ്ടോ, ഡോക്ടർ ഹാരിസിനെ ഈ പറയുന്ന രീതിയിൽ അനാസ്ഥ ചൂണ്ടിക്കാട്ടിയതിന് ബലിയാടാക്കുമോ? ഇതിനുള്ള മുമ്പുള്ള പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും ഒക്കെ നമ്മൾ നേരത്തെ ഇതിലെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവർക്ക് അറിയാതിരിക്കാൻ മാർഗ്ഗമില്ല. ഇതിനെപ്പറ്റിയുള്ള ഇവിടുത്തെ സ്കേഴ്സിറ്റി പ്രശ്നങ്ങളും ഇവർക്ക് ഒരുപാട് അറിയുകയും ചെയ്യാം. നമ്മൾ പിന്നെ ഇതിനകത്ത് ഈ നമ്മുടെ റിപ്പോർട്ട് ചെയ്യുന്ന അധികാരികൾ ഇത് പലപ്പോഴും കവറപ്പ് ചെയ്യുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് മേളിലോട്ട് ഇത് അറിയിക്കാതെ അവരതിനെ വെള്ളപൂശുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആരോഗ്യവകുപ്പ് പറയുന്നത് ശരിയല്ലെന്നും ഈ പറയുന്ന ഉപകരണങ്ങളുടെ അഭാവമുണ്ട് എന്ന് തന്നെ ഡോക്ടർ ഹാരിസ് വീണ്ടും ആവർത്തിക്കുകയാണ്. പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെ എന്നടക്കമുള്ള കാര്യങ്ങൾ ഹാരിസ് പറഞ്ഞു. ഉറപ്പായും ഹാരിസ് ഡോക്ടറുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നും രണ്ടും ആദ്യം ഇട്ടതും രണ്ടാമത് ഇട്ടതുമായ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ അതിൽ ഉറപ്പായും ഒരു വൈകാരികതയുണ്ട്. ഇപ്പോൾ ഓരോ മനുഷ്യനും പ്രതികരിക്കുന്ന ഓരോ തരത്തിലാണ്. പക്ഷേ ആ വൈകാരികതയ്ക്കപ്പുറം ഡോക്ടർ ഹാരിസ് പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് തന്നെ പറയുന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഡോക്ടർ ഹാരിസ് പറയുന്നത് ഈ വരുന്ന രോഗികൾ കയ്യിൽ നിന്ന് കാശെടുത്ത് മുടക്കി ഈ ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് കാരണം പലപ്പോഴും ശസ്ത്രക്രിയകൾ നടക്കുന്നു എന്നടക്കമുള്ള ഗുരുതരമായ വെളിപ്പെടുത്തൽ കൂടി ഡോക്ടർ പറയുന്നുണ്ട്. ദിലീപ് കുമാർ വിവരങ്ങൾ വെച്ചത്. ദിലീപ് കുമാർ, ആരോഗ്യവകുപ്പിന് DMEക്കൊക്കെ അങ്ങനെ പറയാൻ കഴിയൂ, ഈ പറയുന്നതൊക്കെ തെറ്റാണ്, ഒരുപക്ഷെ ഹാരിസ് ഡോക്ടർക്ക് നടപടിയെടുത്ത് പുറത്താക്കാനും പറ്റുമായിരിക്കും. പക്ഷേ നമ്മൾ അന്വേഷിക്കുമ്പോൾ, ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ, പല കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹാരിസ് പറഞ്ഞത് 100% ശരിയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ദിലീപ് കുമാർ. അതുമാത്രമല്ല, ഈ ഫയൽ നീക്കത്തിൽ, ഒരു ഉപകരണം വാങ്ങണമെങ്കിലുള്ള ഫയൽ നീക്കത്തിൽ, അല്ലെങ്കിൽ ഒരു കാര്യം ആരോഗ്യവകുപ്പിലേക്കൊക്കെ എത്തണമെങ്കിൽ ഈ ഡോക്ടർമാർ എടുക്കേണ്ടി വരുന്ന സ്ട്രഗിൾ അങ്ങേയറ്റമാണ് എന്നാണ് ഡോക്ടർമാരും പറയുന്നത്. ദിലീപ്, ഹാഷ്മി, നമ്പർ 1 കേരളത്തിൽ നമ്പർ 1 ആരോഗ്യം എന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ എന്ന വാചകങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി. പക്ഷേ സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തെ സ്ഥിതി അത് പൂർണ്ണമായും തകർന്നു എന്നല്ല, പക്ഷേ മെച്ചപ്പെടുത്തേണ്ടതായ എത്രയോ മേഖലകളുണ്ട്, അടിസ്ഥാനപരമായി പരിഹരിക്കേണ്ട എത്രയോ പ്രശ്നങ്ങളുണ്ട് എന്നതാണ് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവനായ ഡോക്ടർ ഹാരിസ് ഹസൻ്റെ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നത്. അതാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറയുന്നത് എത്രയോ രോഗികൾ എത്തുന്ന സ്ഥലമാണ്. സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ കഴിയാതെ സാധാരണക്കാരായ ആളുകൾ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി നിരന്തരം എത്തുന്ന ഇടമാണ് തിരുവനന്തപുരത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി. ഡോക്ടർ ഹാരിസ് ഹസൻ്റെ കണക്കനുസരിച്ച് തന്നെ കഴിഞ്ഞ വർഷം ഏതാണ്ട് 58,000-ഓളം പേരാണ് യൂറോളജി വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തിയത്. അങ്ങനെ വലിയ രോഗികളുടെ വലിയ രീതിയിൽ ഡോക്ടർമാരെ കാണുന്നതിനും ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമൊക്കെയായി എത്തുന്ന സ്ഥലം, അവിടെയാണ് ഈ നിലയിൽ ഡോക്ടർക്ക് തുറന്നു പറയേണ്ടി വന്നത് ചില കാര്യങ്ങൾ. അവിടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട സാമഗ്രികൾ ലഭിക്കുന്നില്ല, അത് വാങ്ങുന്നില്ല എന്ന കാര്യം ഡോക്ടർക്ക് തുറന്നെഴുതേണ്ടി വന്നു. അത് പലതവണ പല ഓഫീസുകൾ കയറിയിറങ്ങി കാലിലെ ചെരുപ്പ് തേഞ്ഞ മടുത്തപ്പോഴാണ് ഡോക്ടർ ഹാരിസ് ഹസന് ആ നിലയിൽ ഫേസ്ബുക്കിൽ തുറന്നു പറയേണ്ടി വന്നത്. 2 ദിവസങ്ങളിലായി, വ്യാഴം വെള്ളി ദിവസങ്ങളിലായി അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടു. അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച 4 ശസ്ത്രക്രിയകളാണ് അവിടെ ഉപകരണങ്ങളില്ലാത്തതിനെ തുടർന്ന് മുടങ്ങിയത്. അതിൽ ഒരു ശസ്ത്രക്രിയ ഒരു കോളേജ് വിദ്യാർത്ഥിയുടേതായിരുന്നു.
ആ കോളേജ് വിദ്യാർത്ഥി എന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ മകൻ്റെ പ്രായമാണ് അവനുള്ളത്. ആ കുട്ടിയോട് ഈ ശസ്ത്രക്രിയ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തനിക്ക് തോന്നിയ നിരാശയും ലജ്ജയുമൊക്കെ അത് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. അങ്ങനെ നിസ്സഹായരായ ഡോക്ടർമാരാണ് ഈ ആശുപത്രികളിലുള്ളത്. അവർക്ക് തുറന്നു പറയാൻ കഴിയാത്തത് ഭയം മൂലമാണ് എന്ന കാര്യവും ഡോക്ടർ ഹാരിസ് ഹസൻ പറയുന്നുണ്ട്. പലതവണ അവിടെ ഈ ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങൾ വാങ്ങി നൽകണം എന്നാവശ്യപ്പെട്ടിരുന്നു. ആശുപത്രി വികസന സമിതിയാണ് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഉപകരണങ്ങൾ വാങ്ങി നൽകേണ്ടത്. പക്ഷേ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ആശുപത്രി വികസന സമിതിയുടെ ചെയർമാൻ കൂടിയായി ജില്ലാ കളക്ടർ അനുമതി നൽകേണ്ടതുണ്ട്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് ചോദിക്കുമ്പോൾ അത് കളക്ടറുടെ അടുത്തേക്ക് പോയി. അങ്ങനെ ആ നിലയിലുള്ള മറുപടികൾ മാത്രമാണ് അവിടെ നിന്നുണ്ടാവുക. തുടർന്ന് സഹികെട്ട് അദ്ദേഹം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുന്നു. പക്ഷേ എന്നിട്ടും ഉപകരണങ്ങൾ വാങ്ങി നൽകുന്ന യാതൊരു അനുഭാവപൂർണമായ നടപടികൾ ഉണ്ടാകുന്നില്ല. ഈ ഡോക്ടർ തന്നെ പറയുന്നത് പലതവണ ഈ ആശുപത്രികളിലെത്തുന്ന സാധാരണക്കാരായ രോഗികളിൽ നിന്ന് 3000-ഉം 5000-ഉം ഒക്കെ വാങ്ങിയാണ് ഈ ശസ്ത്രക്രിയകൾക്കുള്ള ഉപകരണങ്ങൾ വാങ്ങിയിരുന്നത് എന്നാണ്. മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പ് അധികൃതരുമൊക്കെ നിഷേധിക്കുന്നെങ്കിലും അദ്ദേഹം പറഞ്ഞതിൽ അവാസ്തവമുണ്ടെന്ന് ആ മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ഒരു ഡോക്ടർമാരും പറയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പല ഡോക്ടർമാരും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. സർക്കാർ ഡോക്ടർമാരുടെ മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയായ AKGMCTA, ഓൾ കേരള ഗവൺമെൻറ് കോളേജ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ KGMCTA അടക്കം ഈ വിഷയത്തിൽ ഡോക്ടർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു വരികയാണ്. കാരണം ഈ ഡോക്ടറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറയുന്നത് പോലെ 56 വയസ്സായി. ഈ 56 വയസ്സിൽ അദ്ദേഹം തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പലയിടത്തും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആരുടെയും കാലുപിടിക്കാൻ അദ്ദേഹം പോയിട്ടില്ല. സ്ഥലം മാറ്റത്തിന് അദ്ദേഹം ഒരു ലാബിൻ്റെയും കമ്മീഷൻ, സ്കാനിങ് സെൻ്ററിൻ്റെയും കമ്മീഷൻ താൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അല്പസമയം മുമ്പ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തന്നോടൊപ്പം സർവീസിൽ കയറിയ ഡോക്ടർമാരൊക്കെ പലരും വിദേശ രാജ്യങ്ങളിൽ പോവുകയോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലേക്ക് പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, കൂടുതൽ ശമ്പളം മോഹിച്ച്. പക്ഷേ തന്നെ സംബന്ധിച്ച് താൻ പ്രൈമറി സ്കൂൾ മുതൽ മെഡിക്കൽ കോളേജ് മെഡിക്കൽ വിദ്യാഭ്യാസം വരെ പൂർത്തീകരിച്ചത് സർക്കാർ സംവിധാനങ്ങളിലാണ്, സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. അതുകൊണ്ട് സർക്കാരിന് തിരിച്ചു നൽകാൻ തനിക്കുള്ളത് ഈ കഴിവ് മാത്രമാണ്. അതുകൊണ്ടാണ് താൻ സമയം പോലും നോക്കാതെ, അവധികൾ എടുക്കാതെ ഈ ആശുപത്രിയിൽ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചത്. പല രോഗികളും കരുതും ഈ ഡോക്ടർമാർ എന്തുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു, എന്തുകൊണ്ട് അവർ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കുന്നു. അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഈ ആശുപത്രികളിൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ ഇല്ലാത്തതാണ് എന്നുകൂടി ഡോക്ടർ എഴുതുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇതൊരു വിവാദമായപ്പോൾ പിന്നീട് ആരോഗ്യമന്ത്രിയുടെ ഓഫീസൊക്കെ ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. 2 പോസ്റ്റുകൾ പിൻവലിച്ചെങ്കിലും അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഇട്ട മറ്റൊരു പോസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് താൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുകയാണ്, ആ പോസ്റ്റുകൾ പിൻവലിച്ചെങ്കിലും. അങ്ങനെ അദ്ദേഹം തുറന്നു പറയുകയാണ്. ഏതായാലും ആരോഗ്യവകുപ്പ് അധികൃതരുടെ അച്ചടക്കവാളിൻ്റെ ഭീഷണി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിലുണ്ടാകാം. ആ അച്ചടക്കവാളിൻ്റെ ഭീഷണി ഇനി കേരളം അംഗീകരിക്കില്ല എന്നാണ് ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും കേരള സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണയുമൊക്കെ വ്യക്തമാക്കുന്നത്. അത്തരം പ്രതികാര നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് പോകില്ല എന്ന് കരുതാം. പകരം ഡോക്ടർ ഉന്നയിച്ച കാതലായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ആരോഗ്യവകുപ്പും സർക്കാരുമൊക്കെ ശ്രമിക്കും എന്ന് കരുതാം. ഹാഷ്മി. ഓക്കെ, സംസ്ഥാനത്തെ ഈ പറയുന്ന ആരോഗ്യരംഗം, മെഡിക്കൽ കോളേജുകൾ ഒരുപാട് പാവങ്ങൾക്ക് സഹായകരമാവുന്നതായിട്ടൊരു തർക്കവുമില്ല. പക്ഷേ ആ മേഖലകളിൽ നിലനിൽക്കുന്ന അനാസ്ഥ അല്ലെങ്കിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി ശരിയാണ്. പക്ഷേ ആ പ്രതിസന്ധിക്ക് അപ്പുറം ഒരു ഫയൽ നീക്കം കുറച്ച് വേഗതയിൽ അതിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ, ഫയൽ നീക്കത്തിൽ ഇഴച്ച് പരിഹാരം ഉണ്ടാക്കാതിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാതിരിക്കാനാവും. മെഡിക്കൽ കോളേജ് നമ്മുടെ റിപ്പോർട്ടർമാർ ചേരുന്നു. ആദ്യം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് അലക്സ് റാം. അലക്സ്, ഈ ഡോക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നേരത്തെ ദിലീപ് കുമാർ അത് പറഞ്ഞു, സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അപേക്ഷയിൽ നടപടിയാവുകയോ ഉപകരണം വാങ്ങി തരികയോ ചെയ്യാത്തതിനാൽ ഇന്ന് ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തതിൽ ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. എൻ്റെ മകൻ്റെ അതേ പ്രായം. ഇന്ന് ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തു എന്ന് അവനോട് പറയുമ്പോൾ ലജ്ജയും നിരാശയുമാണ് തോന്നുന്നത്. ഇതുപോലെ എത്രയോ പേർ ഉപജീവനം നഷ്ടപ്പെടുത്തി ചികിത്സയ്ക്കായി ആഴ്ചകളോളം കിടക്കുന്നവർ, കൂടെയിരിക്കാൻ ബന്ധുക്കളില്ലാതെ കൂലി കൊടുത്ത് ആരെങ്കിലും ഒപ്പം നിർത്തുന്നവർ, ആരോടെങ്കിലും പണം കടം വാങ്ങി സ്വന്തം ഓട്ടോറിക്ഷയോ മറ്റോ ഈട് നിർത്തി ലോൺ എടുത്ത് ചികിത്സയ്ക്ക് വരുന്നവർ, ബന്ധുക്കൾ അനാഥാലയങ്ങളിൽ തള്ളിയവർ, ലോട്ടറി കച്ചവടം ചെയ്തും വഴിയിൽ ഭിക്ഷയെടുത്തും ഒക്കെ വരുന്ന ധാരാളം പേർ, സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുടെ പരിച്ഛേദമാണ് ഒരു ദിവസവും ഞാൻ മെഡിക്കൽ കോളേജിൽ കാണുന്നത്. അവർക്ക്
കൃത്യസമയത്ത് മികച്ച ചികിത്സ നൽകാൻ ഞാനും എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഡോക്ടർമാരും രാപ്പകൽ തയ്യാറാണ്. പക്ഷേ അനങ്ങാപ്പാറ പോലെ ബ്യൂറോക്രസിയുടെ മതിൽ മുന്നിൽ നിൽക്കുന്നു. അലക്സ്, നമുക്ക് രണ്ട് രീതിയിൽ ജോലി ചെയ്യാം. ഒന്ന് യാന്ത്രികമായി വന്ന് ജോലി ചെയ്ത് മടങ്ങാം, അതല്ലെങ്കിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ ആത്മാവൊക്കെ കൊടുത്ത് ആത്മാർത്ഥമായി നമുക്ക് ജോലി ചെയ്യാം. ഈ ഡോക്ടറുടെ വാക്കുകളിൽ പ്രകടമാകുന്നത് അങ്ങനെ ഹൃദയവും ആത്മാവും കൊടുത്ത് ആത്മാർത്ഥമായി പണി ചെയ്യുന്ന ഒരു പരമസാധുവായ ഒരു മനുഷ്യന്റെ വിലാപങ്ങളാണ് കേൾക്കുന്നത്. ആ വിലാപങ്ങളെ അച്ചടക്കത്തിന്റെ വാൾ കൊണ്ട് വെട്ടിക്കളയാൻ നോക്കുമോ, അതോ ഈ ഡോക്ടർ പറയുന്നതിൽ കഴമ്പുണ്ടോ എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കുമോ ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പും? അലക്സ്. ഹാഷ്മി, ഡോക്ടർ ഹാരിസ് ഹസൻ, അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൻ്റെ മേധാവിയാണ്. ഡോക്ടർ ഹാരിസ് ഹസൻ സ്കൂൾ തലം മുതൽ ഈ അദ്ദേഹത്തിൻ്റെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസം വരെ പൂർത്തിയാക്കിയത് പൊതുമേഖലയിലാണ്, അതായത് സർക്കാർ സംവിധാനങ്ങളിൽ പഠിച്ചൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് തനിക്കൊപ്പം പഠിച്ചവരൊക്കെ വിദേശത്തും അല്ലെങ്കിൽ സ്വകാര്യ പ്രാക്ടീസുമൊക്കെയായി നല്ല നിലയിൽ തുടരുന്നു. പക്ഷേ തൻ്റെ പഠനമടക്കം പൂർത്തിയാക്കിയത് പൊതുമേഖലാ സംവിധാനത്തിലായതുകൊണ്ട് തൻ്റെ സേവനം നൽകാൻ ആഗ്രഹിക്കുന്നതും പൊതുമേഖലയിലാണ്, പൊതുജനങ്ങൾക്കാണ്, പാവപ്പെട്ടവർക്കാണ്, സാധാരണക്കാർക്കാണ് എന്നുള്ളതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിരവധി ആശുപത്രികൾ ഈ ക്യാമ്പസിനകത്തുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ട്, RCC ഉണ്ട്, SAT ഉണ്ട്, അങ്ങനെ തുടങ്ങിയ നിരവധി ആശുപത്രികളുള്ള ഒരു കോമ്പൗണ്ടാണിത്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ OP-യിലേക്ക് പോയാൽ ഒരു ദിവസം രാവിലെ എത്ര പേർ ആ OP-യിലെത്തും എന്നുള്ളതിൻ്റെ കണക്ക് നമുക്ക് കിട്ടും. അത് 3000 മുതൽ 6000 വരെ എന്നുള്ളതാണ് സാധാരണ നിലയിലുള്ള ശരാശരി കണക്ക്. ഒരു ദിവസം ഈ ആശുപത്രി ആശ്രയിക്കുന്നവർ, അവർ ഡയറക്റ്റായി ഈ ആശുപത്രിയിലേക്ക് വരുന്നവരല്ല, അവർ മറ്റ് ആശുപത്രികളിൽ പോയി റെഫർ ചെയ്ത് വരുന്നവരാണ്. അതായത് വിദഗ്ധ ചികിത്സ വേണം എന്നുള്ളത് കൊണ്ട് ഇവിടേക്ക് അയക്കുന്നവരാണ്. അവരാരാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഹാഷ്മി. അവർ നിർധനരാണ്, അതാണ് ഡോക്ടറുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. അവർ പാവപ്പെട്ടവരാണ്, സാധാരണക്കാരാണ്, ജീവിതം കൂട്ടിമുട്ടിക്കാൻ അങ്ങറ്റം ഇങ്ങറ്റം ഇല്ലാതെ ഓടുന്ന ആളുകളാണ്. അവരാണ് ഈ ആശുപത്രി ആശ്രയിക്കുന്നത്. അവർക്ക് അവരുടെ അസുഖത്തിന്, ഒരു ഗുരുതര സ്വഭാവമുള്ള അസുഖത്തിന് ഒരു ശസ്ത്രക്രിയയ്ക്ക് എഴുതിയാൽ അത് കൃത്യസമയത്ത് നടക്കാൻ പറ്റാത്ത വിഷയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്. കേരളം ആരോഗ്യരംഗത്ത് 1-ാം നമ്പർ എന്ന് പറയുമ്പോഴും ആരോഗ്യരംഗത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആ വിഷയമുണ്ട് എന്ന് അവിടുത്തെ തന്നെ ഒരു വിഭാഗത്തിൻ്റെ മേധാവി തന്നെ തുറന്നു പറയേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളത് അങ്ങേയറ്റം വ്യസനിപ്പിക്കുന്ന കാര്യമാണ്, ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പല ഡോക്ടർമാരുമായി നമ്മൾ സംസാരിച്ചു. ആർക്കും ഡോക്ടർ ഹാരിസ് ഹസനെ പറ്റി മോശം അഭിപ്രായമില്ല. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സമയം അദ്ദേഹത്തിൻ്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ്. അതുമാത്രമല്ല ഹാഷ്മി, പ്രധാനപ്പെട്ട കാര്യം ഡോക്ടേഴ്സ് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജിലെ തന്നെ ഡോക്ടേഴ്സ് പറയുന്നത്, ഹാരിസ് ഹസൻ ഉയർത്തിയത് ഒരു വെറും വിഷയമല്ല, യാഥാർത്ഥ്യമാണ്. കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം കിടക്കുന്നത് ഈ ഇടനില നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കിടയിലാണെന്നുള്ളതാണ്. കാരണം ഉപകരണങ്ങൾ ഒരുപാട് ക്ഷാമമുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ ലിസ്റ്റ് ആശുപത്രി അധികൃതർ നൽകുന്നുണ്ട്, അത് യൂണിറ്റ് മേധാവിമാർ നൽകുന്നുണ്ട്. പക്ഷേ യഥാസമയം സമയബന്ധിതമായി അത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കാലതാമസം എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ന് ഹാരിസ് ഹസന്റെ പ്രതികരണം സൂചിപ്പിക്കുന്നത് അതാണ്. സർക്കാർ ഓഫീസുകൾ തോറും കയറി ഇറങ്ങുന്നു, മന്ത്രിയുടെ ഓഫീസിലേക്ക് കയറി ഇറങ്ങിയിട്ടുണ്ട്, DME ഓഫീസിലേക്ക് കയറി ഇറങ്ങിയിട്ടുണ്ട്. ഒടുവിൽ ചെരുപ്പ് തേഞ്ഞതിന് ശേഷമാണ് താൻ ഇങ്ങനെ ഒരു പരസ്യ പ്രതികരണം നടത്താൻ മുതിർന്നതെന്നാണ് ഹാരിസ് ഹസന്റെ പ്രതികരണം. ഈ വിഷയം, അതായത് ഇതേ ഗൗരവത്തോടുകൂടെ തന്നെ അദ്ദേഹം ഉൾപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സംഘടന KGMCTA ആ വിഷയം ഉൾക്കൊള്ളുന്നുണ്ട്, പൂർണ്ണമായ പിന്തുണ ഡോക്ടർക്ക് നൽകുന്നുണ്ട്. അവർ പോലും പറയുന്നുണ്ട്, അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെല്ലാം ഇത്തരമൊരു വിഷയം നിലനിൽക്കുന്നുണ്ട്. സമയബന്ധിതമായി സർജറിക്കുള്ള ഉപകരണങ്ങൾ കിട്ടുന്നില്ല, അതിന് കാലതാമസം നേരിടുന്നുണ്ട്. ബജറ്റിൽ വലിയ തുക ആരോഗ്യരംഗത്തിന് വേണ്ടി അലോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ തുക മുഴുവൻ ആരോഗ്യരംഗത്തേക്ക് സമയബന്ധിതമായി എത്തുന്നില്ല, ഇത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, അങ്ങേയറ്റം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഹാരിസ് ചറക്കൽ എന്ന് പറയുന്ന ഡോക്ടർ ഹാരിസ് ഹസന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിച്ചു നോക്കിയാൽ നമുക്ക് അതിൽ ഓരോ വരികളിലും അദ്ദേഹം ചെയ്യുന്ന ജോലിയോടുള്ള അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയും, പാവപ്പെട്ട രോഗികളോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ സഹാനുഭൂതിയും, ചെയ്യുന്ന ശമ്പളത്തോട് കാണിക്കുന്ന 101% കൂറും, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ജോലി നടക്കാൻ കഴിയാത്തതിലുള്ള ഒരു സങ്കടവും ഒരു ധാർമ്മിക രോഷമൊക്കെയാണ് അതിൽ പ്രകടമാവുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ താഴേക്ക് നോക്കിയാൽ ഇനി രാഷ്ട്രീയം ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ ഹാരിസ് ഹസൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. M സ്വരാജിനടക്കം പിന്തുണ അർപ്പിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കാണാം. അതിന് അദ്ദേഹത്തിൻ്റെ ന്യായമുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഇന്ന രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഇന്ന രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ പതിവ് ഗൂഢാലോചന, ഒരു കോൺസ്പിറസി തിയറിക്ക് ഇവിടെ വലിയ സ്കോപ്പില്ല. നമുക്കറിയേണ്ടത് അലക്സ്, ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഇപ്പോൾ ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് പുറത്തു പറയണമെങ്കിൽ ഒരു ഗട്ട്സ് ഉണ്ടാവണമല്ലോ, ഒരു പേടിയില്ലായ്മ ഉണ്ടാവണമല്ലോ. അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. തുറന്നു പറഞ്ഞ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ ഇല്ലയോ എന്ന പരിശോധനയ്ക്കപ്പുറം ഈ ഡോക്ടർക്കെതിരെ നടപടി എന്നുള്ള പതിവ് പണിയിലേക്ക് കാര്യങ്ങൾ പോവോ അലക്സ്?
ഹാഷ്മി, പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ വിഷയം തള്ളിയിരുന്നു. അതായത് ഡോക്ടർ ഹാരിസ് ഹസന്റെ ഭാഗത്തു നിന്ന് ഒരു പരാതി DMEക്കോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിനോ ലഭിച്ചില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. DME പറയുന്നത് അടിസ്ഥാനരഹിതമാണ് എന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ പറയുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. താൻ സർക്കാർ ഓഫീസുകൾ തോറും കയറി ഇറങ്ങി എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്, ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫയൽ നീക്കത്തിനുള്ള കാലതാമസം മാറ്റണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി സ്വീകരിക്കും? അദ്ദേഹം പറഞ്ഞത് അടിസ്ഥാനരഹിതമാണെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ അടക്കം വിശദീകരണം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് തേടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് അവർ ഉദ്ദേശിക്കുന്ന ഒരു മറുപടി ലഭിച്ചില്ല എങ്കിൽ നടപടി എന്നുള്ളതാണ് പ്രാഥമികമായുള്ള അവരുടെ ആലോചന. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പൊതുജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു പൊതുസേവന രംഗത്ത് നിൽക്കുന്ന ഒരു സർവീസിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ പൊതുജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. KGM CT ഇന്ന് പ്രധാനമായി ഇതിനെതിരെ രംഗത്ത് വരേണ്ട പ്രധാനപ്പെട്ട കാര്യം. അവർ പറയുന്നു പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അത് അംഗീകരിക്കാൻ സാധിക്കില്ല. അതുമാത്രമല്ല കൃത്യമായ നിലപാടിലേക്കും പ്രതിഷേധത്തിലേക്കും സംഘടന പോകുമെന്ന് വ്യക്തമാക്കുന്നു. അറിയേണ്ടത് നടപടി ഉണ്ടാവുമോ എന്നുള്ളതാണ്. അതോ ഹാരിസ് ഡോക്ടർ പറഞ്ഞ ശരിയായ കാര്യങ്ങൾ ശരിയാവണ്ണം അത് ആ രീതിയിൽ മുഖവിലക്കെടുക്കുമെന്നതാണ്. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരാളയച്ച വാട്സപ്പ് മെസ്സേജാണ്. സാറ് പറഞ്ഞ 100% സത്യമാണ്. എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഞാൻ കല്ലെടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എല്ലാ സാധനങ്ങളും എന്നെക്കൊണ്ട് പുറത്തുനിന്ന് വാങ്ങിപ്പിച്ചു. സാറ് പറഞ്ഞ സത്യം മാത്രമാണ്. ഇത് നിങ്ങൾ വായിക്കുമോ എന്ന് എനിക്കറിയില്ലെങ്കിലും എഴുതുകയാണ്. ഇപ്പോൾ വന്ന വാട്സാപ്പ് മെസ്സേജാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ അത് കാണിക്കുകയുമാണ്. അപ്പോൾ അതാണ് വസ്തുത. അപ്പോൾ ആ വസ്തുത ശരിയാവണ്ണം പരിശോധിച്ച് ഹാരിസ് ഡോക്ടർ പറയുന്നതിൽ കഥയുണ്ടോ, അല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്താണ്? ഈ പറയുന്ന ആരോഗ്യമന്ത്രി പോലും അറിയിക്കാത്ത രീതിയിൽ ഫയൽ നീക്കങ്ങൾ തടഞ്ഞു വെക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ബ്യൂറോക്രസി, ദുഷ്പ്രഭുത്വം അതിനിടയിൽ പ്രവർത്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കട്ടെ. അതല്ല ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ പാവങ്ങൾക്കൊപ്പം നിന്നതിൻ്റെ പേരിൽ ഹാരിസ് ഡോക്ടറെ പിടിച്ച് പുറത്താക്കാനാണെങ്കിൽ അദ്ദേഹം എന്തായാലും ജോലിയില്ലാതെ അരി വാങ്ങാൻ പണമില്ലാതെ തേരാപ്പാര നടക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അത്രത്തോളം പരിചയസമ്പന്നനായ മിടുക്കനായ ഡോക്ടറെ കൊത്തിക്കൊണ്ടുപോകാൻ 100 സ്വകാര്യ ആശുപത്രികൾ ഇതിനോടകം തന്നെ സജ്ജമായി റെഡിയായി നിൽപ്പുണ്ടാകണം. അതുകൊണ്ട് തീരുമാനിക്കേണ്ടത് സർക്കാർ.